പ്രിയപ്പെട്ട കുട്ടികളെ, 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ചാപ്റ്റർ 9 സെൽസ് ആൻഡ് സെൽ ക്ലസ്റ്റേഴ്സ്, കോശങ്ങളും കോശജാലങ്ങളും എന്നതിൻ്റെ മൂന്നാമത്തെയും അവസാനത്തെയും ഭാഗമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇറ്റ് ഇസ് മീ റഷീദ് ഒടക്കൽ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെൽ ക്ലസ്റ്റേഴ്സ് ആണ് ചർച്ച ചെയ്യുക എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് മുതൽ ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാം. സെൽ ക്ലസ്റ്റേഴ്സ് അല്ലെങ്കിൽ കോശജാലങ്ങൾ എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് സിമിലർ ടൈപ്പ് ഓഫ് സെൽസ്, സമാന കോശങ്ങളുടെ സമൂഹമാണ്. അതായത് സിമിലർ സെൽസ് ദാറ്റ് ഹാവ് എ കോമൺ ഒറിജിൻ ആൻഡ് പെർഫോം സ്പെസിഫിക് ഫംഗ്ഷൻ. ഒരു പ്രത്യേക തരം കോശത്തിൽ നിന്ന് അല്ലെങ്കിൽ കോശങ്ങളിൽ നിന്ന് രൂപപ്പെട്ടതും സവിശേഷമായ ധർമ്മം നിർവഹിക്കുന്നതുമായ കോശങ്ങളുടെ കൂട്ടം എന്ന് പറയാം കലകൾ. അവ ഉണ്ടാവുന്നത് വ്യത്യസ്ത തരം കോശങ്ങളിൽ നിന്നാണ്. ഇപ്പോൾ പ്ലാന്റ് ടിഷ്യൂസ് ആണെങ്കിൽ, സസ്യകലകളാണെങ്കിൽ മെരിസ്റ്റമാറ്റിക് സെൽസ് എന്ന് പറയുന്ന മെരിസ്റ്റമേ കോശങ്ങൾ, തുടർച്ചയായി വിഭജിച്ചുകൊണ്ടിരിക്കുന്ന മെരിസ്റ്റമോ കോശങ്ങളിൽ നിന്നാണ് അവ ഉണ്ടാവുന്നത്. നമുക്ക് ഈ ഒരു മെച്ചർ സെല്ലും മെരിസ്റ്റമാറ്റിക് സെല്ലും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ മെരിസ്റ്റമാറ്റിക് സെല്ലിനകത്ത് കമ്പാരിറ്റീവ്ലി അബണ്ടൻറ്റ് സൈറ്റോപ്ലാസം ഉണ്ട്, ലാർജ് ന്യൂക്ലിയസും കാണാം. അതുപോലെ വിഭജിക്കുന്ന കോശമായതുകൊണ്ട് കോശഭിത്തി വളരെ നേർത്തതാണ്, തിൻ സെൽവാളാണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് തിൻ സെൽവാൾ, നേർത്ത കോശഭിത്തി. അതുപോലെ അബണ്ടൻറ്റ് സൈറ്റോപ്ലാസം, നിറയെ കോശദ്രവ്യമുണ്ട്. അതുപോലെ വലിപ്പം കൂടിയ ന്യൂക്ലിയസ് ആണ്, ലാർജ് ന്യൂക്ലിയസ് ആണ്. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന ഇത്തരം കോശങ്ങളിൽ നിന്നും ആണ് പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ എന്നീ സിമ്പിൾ ടിഷ്യൂസ്, ലളിത കലകൾ ഉണ്ടാവുന്നത്. അതുപോലെ വളർച്ചയ്ക്ക് വേണ്ട അഗ്രമെരിസ്റ്റം അല്ലെങ്കിൽ അപ്പിക്കൽ മെരിസ്റ്റം എന്ന് പറയും, പാർശ്വമെരിസ്റ്റം, ലേറ്ററൽ മെരിസ്റ്റം, ഇന്റർകാലറി മെരിസ്റ്റം എന്നറിയപ്പെടുന്ന പർവാന്തര മെരിസ്റ്റം എന്നിവയൊക്കെ മെരിസ്റ്റമി കലകളായിട്ട് ഗ്രോത്തിന് വേണ്ടി മാത്രമുണ്ട്. ഇവയിൽ നിന്നൊക്കെ രൂപപ്പെടുന്ന മെരിസ്റ്റമാറ്റിക് സെൽസ് എന്ന് രൂപപ്പെടുന്ന സിമ്പിൾ സെല്ലാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അതുകൂടാതെ അവയിൽ നിന്ന് കുറച്ച് കോംപ്ലക്സ് സെൽസ് ആയിട്ടുള്ള ടിഷ്യൂസ് ആയിട്ടുള്ള സൈലോം ഫ്ലോയും കൂടി ഉണ്ടാവുന്നുണ്ട്. ഇവയൊക്കെ പെർമനൻറ്റ് ടിഷ്യൂസാണ്. അതായത് സിമ്പിൾ ടിഷ്യൂസും ലളിത കലകളും സങ്കീർണ കലകളും പെർമനൻറ്റ് ടിഷ്യൂസാണ്, സ്ഥിരകലകളാണ്. അഥവാ അവയ്ക്ക് പിന്നീട് വിഭജനശേഷി ഇല്ല. മെരിസ്റ്റമിക കോശങ്ങൾക്ക് മാത്രമേ വിഭജനശേഷിയുള്ളൂ. നമ്മുടെ പുസ്തകത്തിൽ പ്ലാന്റ് ടിഷ്യൂസിൽ ഈ മെരിസ്റ്റമിക കലകൾ, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് കുറച്ച് അവസാനമാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനത് അവിടെ തുടക്കത്തിൽ പറയുന്നു എന്നേ ഉള്ളൂ. കാണ്ഡത്തിൻ്റെയും വേരിൻ്റെയും അപ്പെക്സിൽ അല്ലെങ്കിൽ ടിപ്പിൽ കാണുന്ന എപ്പോഴും വിഭജിച്ചുകൊണ്ടിരിക്കുന്ന മെരിസ്റ്റമാറ്റിക് സെൽസ് ഉള്ള ഭാഗമാണ് അപ്പിക്കൽ മെരിസ്റ്റം, അഗ്രമെരിസ്റ്റം എന്ന് പറയും. എന്നാൽ അത് കാണ്ഡത്തിൻ്റെയും വേരിൻ്റെയും നീളം കൂട്ടാൻ സഹായിക്കുന്നത്. എല്ലാ തരം ചെടികളിലും ഈ അപ്പിക്കൽ മെരിസ്റ്റം അല്ലെങ്കിൽ അഗ്രമെരിസ്റ്റം ഉണ്ട്. എന്നാൽ വണ്ണം വയ്ക്കുന്ന ചെടികളിൽ ലേറ്ററൽ മെരിസ്റ്റം ഉണ്ടാവും. അപ്പോൾ ഡൈക്കോട്ടിലിഡൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ദ്വിബീജപത്ര സസ്യങ്ങൾ, വണ്ണം വെക്കുന്ന തരം സസ്യങ്ങൾ, അങ്ങനെയുള്ള ഡൈക്കോട്ടിലിഡൻസിൽ ലേറ്ററൽ മെരിസ്റ്റം അഥവാ പാർശ്വ മെരിസ്റ്റം അവ സൈഡിലേക്ക് കോശങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് വണ്ണം കൂടുന്നത്. എന്നാൽ ഏകബീജപത്ര സസ്യങ്ങളിൽ, മോണോക്കോട്ട് പ്ലാന്റ്സിൽ അല്ലെങ്കിൽ ഒറ്റത്തടി വൃക്ഷങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം, അതിലൊക്കെ രണ്ട് പർവ്വങ്ങൾക്കിടയിൽ, ഈ നോട്ട്സിൻ്റെ ഇടയിലായിട്ട് ഇന്റർകാലറി മെരിസ്റ്റം എന്ന് പറയുന്ന പർവാന്തര മെരിസ്റ്റം ഉള്ളതിനാൽ അവ നീളം കൂടി വരും. വണ്ണം ഒരു പരിധി വരെ കൂടുകയുള്ളൂ, എന്നാൽ അത് നീളം കൂടുകയും ചെയ്യും. ഇങ്ങനെ 3 തരം മെരിസ്റ്റമായി. ഇപ്പോൾ അഗ്രമെരിസ്റ്റം, അതുപോലെ ലേറ്റർ മെരിസ്റ്റം, അതുപോലെ ഇന്റർകാലറി മെരിസ്റ്റം എന്ന പർവാന്തര മെരിസ്റ്റം. സ്ഥിരകലകൾ ഞാൻ പറഞ്ഞു ഇനി ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തതാണ്, അല്ലേ? ലോസ്റ്റ് ദെയർ എബിലിറ്റി ടു ഡിവൈഡ്, വിഭജനശേഷി നഷ്ടപ്പെട്ട കോശങ്ങളുടെ കൂട്ടമാണ് മെരിസ്റ്റമിക് കോശങ്ങൾ ഉണ്ടാകുന്നത്. 2 ടൈപ്പാണ് പറഞ്ഞിരിക്കുന്നത്. സിമ്പിൾ ടിഷ്യൂസ് അല്ലെങ്കിൽ ലളിത കലകൾ, പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ. അതുപോലെ സങ്കീർണ കലകളായിട്ടുള്ള കോംപ്ലക്സ് ടിഷ്യൂസ് ആയിട്ടുള്ള സൈലവും ഫ്ലോയും ഉണ്ട്. ഓരോ നമുക്കൊന്ന് പരിഗണിച്ച് നോക്കാം. അപ്പോൾ പാരൻകൈമ സിമ്പിൾ സെൽസാണ്, കുറഞ്ഞ തിൻ വാളാണ് ഇതിന് ഉള്ളത് എന്ന് കാണാം. ഇവിടെ വാൾസിൻ്റെ ഇടയിലായിട്ടുള്ള കുറച്ച് ഭാഗത്ത് കട്ടി കൂടുതലുണ്ട്. സെൽസിൻ്റെ ചില ഏരിയയിൽ, കൂട്ടിമുട്ടുന്ന ചില ഏരിയയിൽ മാത്രം കട്ടിയുണ്ട്. അതാണ് കോളൻകൈമ. ഈ ഫ്ലെക്സിബിലിറ്റി ഒക്കെ നൽകാൻ ഇത് സഹായിക്കുന്ന ടിഷ്യൂസാണിത്. സ്ക്ലീറൻകൈമയാവട്ടെ എല്ലാ ഭാഗത്തും കട്ടി കൂടിയ കോശങ്ങളോട് കൂടിയ ഒരു കോശങ്ങളുടെ കൂട്ടമാണ്. ഇപ്പോൾ ഇവിടെ ഈ പാരൻകൈമ സോഫ്റ്റ് പാർട്സ് ഓഫ് പ്ലാന്റ്സിലൊക്കെയാണ് കാണുക. ജീവനുള്ള കോശങ്ങളാണ്, ലിവിങ് സെൽസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ തിൻ വാൾഡ് സെല്ലാണ്, കനം കുറഞ്ഞ സെൽസാണ് ഉള്ളത്. കോശങ്ങൾക്കിടയിൽ സ്ഥലങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. ആ സ്ഥലം ഉണ്ട് എന്നേ ഉള്ളൂ, അവിടെ കട്ടി ഉണ്ടാവുമൊന്നുമില്ല.
ഇത് ഫോട്ടോസിന്തസിസ് നടത്താൻ, പ്രകാശസംശ്ലേഷണം നടത്താനും ഫുഡ് സ്റ്റോർ ചെയ്യാനൊക്കെ സഹായിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഇത് ഞാൻ പറഞ്ഞു, അതും ലിവിങ് സെൽ തന്നെയാണ്. തിക്ക് വാൾസ് ഓൺലി ഇൻ സം പാർട്സ്, അല്ലേ? അതൊക്കെ ചില കോർണറുകളിലൊക്കെ ചില ഏരിയകളിലൊക്കെയാണ് കട്ടി കൂടിയ ഭാഗമുള്ളത്. സസ്യങ്ങളുടെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ വഴക്കം, ഫ്ലെക്സിബിലിറ്റി ഒക്കെ നിലനിർത്താൻ സഹായിക്കുന്നുണ്ട്. എന്നാൽ സ്ക്ലീറം കൈമ ഇവ എല്ലാ ഭാഗത്തും കട്ടി കൂടിയതാണ്. സെൽസ് ഹാവ് തിക്ക് വാൾസ് ഓൺ ഓൾ ദെയർ സൈഡ്സ്. ഡെഡ് സെൽസ് ആണ്, ജീവനില്ലാത്ത കോശങ്ങളാണ് എന്നുകൂടി ഓർക്കുക, മറ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട്. അതുകൊണ്ട് തന്നെ പ്രൊവൈഡ് സ്ട്രെങ്ത് ആൻഡ് സപ്പോർട്ട്, നല്ല ദൃഢതയും താങ്ങും നൽകാനുള്ള രീതിയിലാണ് എല്ലാ ഭാഗത്തും കട്ടിയുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു തേങ്ങ പരിഗണിക്കുകയാണെങ്കിൽ, നമ്മുടെ തേങ്ങ എടുക്കുകയാണെങ്കിൽ അതിലുള്ള നമ്മൾ അരച്ച് ഉപയോഗിക്കുന്ന തേങ്ങ അത് സ്റ്റോർ ചെയ്തിരിക്കുന്നത് അതിലുള്ളതൊക്കെ പാരങ്കൈമയാണ്. ആ പാരങ്കൈമ സെൽസിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ചകിരിക്കുള്ളിലെ ഹസ്കിനുള്ളിലെ കുറച്ച് കനം കുറഞ്ഞ ഭാഗങ്ങളുണ്ട്, പാറിപ്പോകാവുന്ന രീതിയിൽ കനം കുറഞ്ഞ, അത് ഏറൻ കൈമ, അതൊരു തരം പാരങ്കൈമയാണ്. അതുപോലെ പച്ച തേങ്ങയുടെ പുറംഭാഗത്ത് കാണുന്ന പച്ച നിറമുള്ള ഭാഗത്ത് അത് ക്ലോറൻ കൈമ എന്ന് പറയും, അതൊക്കെ പാരങ്കൈമയാണ്, പച്ച നിറമുള്ള. അങ്ങനെ ക്ലോറൻ കൈമ, ഏറൻ കൈമ പോലുള്ള പലതരം പാരങ്കൈമകളുണ്ട്. ആ തേങ്ങയിൽ നമുക്ക് ചകിരി നാര്, ഒരല്പം ബലമുള്ളതാണല്ലോ ചകിരിക്കുള്ളിലെ നാര്, അത് കോളങ്കൈമ കൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് പറയും. ഇപ്പോൾ ചൂരൽ എന്ന് പറയുന്ന ചെടിയിലൊക്കെ ഉള്ള ഫൈബേഴ്സ്, പലതരം ഫൈബേഴ്സ് അങ്ങനെ ഉണ്ടാവും. എന്നാൽ ചിരട്ട, ഹസ്ക് കഴിഞ്ഞ് അതിൻ്റെ ഉള്ള ഷെല്ലുണ്ടല്ലോ, കോക്കനട്ട് ഷെല്ല്, ചിരട്ട, അതിനുള്ളിൽ സ്ക്ലീറൻ കൈമ സെൽസാണ്, അത് ഡെഡ് സെൽസാണ്, ഉറപ്പ് കൂടുതലാണ്. ഞാനൊരു ഉദാഹരണം ആയിട്ട് തേങ്ങ എടുത്തതേ ഉള്ളൂ. കോംപ്ലക്സ് ടിഷ്യൂ, സ്ഥിരകലകൾ, അത് ഡിവൈഡ് ചെയ്യാത്ത കലകൾ തന്നെയാണ്. ഗ്രോത്ത് ഉണ്ടെങ്കിലും സെൽ ഡിവിഷനിലൂടെയുള്ള ഗ്രോത്ത് ഇല്ല. അങ്ങനെയുള്ള സിമ്പിൾ സെൽസ് നമ്മൾ കണ്ട പോലെ തന്നെ സങ്കീർണ കലകൾ, കോംപ്ലക്സ് ടിഷ്യൂ, സൈലം. ഈ സൈലം റൂട്ടിൽ നിന്നും വാട്ടറിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ളതാണ്. അതുപോലെ തന്നെ ചില സാൾട്ട്സ്, ലവണങ്ങളെയും അങ്ങോട്ട് എത്തിക്കുന്നു. ഇലകളിലേക്കും മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ ജലവും ലവണങ്ങളും എത്തിക്കാനുള്ള കുഴലുകളാണ് സൈലം. ഇത് ഉയർന്ന ക്ലാസ്സിൽ ഇതിനെപ്പറ്റി നമ്മൾ കൂടുതൽ പഠിക്കും, ആ മെക്കാനിസം ഒക്കെ. ഫ്ലോയം എന്ന് പറയുന്നത് ഇൻ്റർ കണക്റ്റഡ് സെൽസ് തന്നെയാണ്, പക്ഷേ പോറസ് ആയിട്ടുള്ള ചെറിയ ഒരു ഇടഭിത്തികളോട് കൂടിയ ഇലോങ്ങേറ്റഡ് സെൽസാണ്. ഇവ ഇലകളിൽ നിന്ന് ആഹാരം വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നു. ക്യാരീസ് ഫുഡ് ഫ്രം ദി ലീവ്സ് ടു ഡിഫറെൻറ്റ് പാർട്സ്. ഞാൻ പറഞ്ഞു കമ്പോസ്ഡ് ഓഫ് ഇൻ്റർ കണക്റ്റഡ് ട്യൂബുലാർ സെൽസാണ് ഫ്ലോയത്തിലുള്ളത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു മൈക്രോസ്കോപ്പിലൂടെ വലുതായിട്ട് കാണുകയാണെങ്കിൽ കോളങ്കൈമയും പാരങ്കൈമയും സ്ക്ലീറങ്കൈമയും ഫ്ലോയവും സൈലവും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ഇനി നമുക്ക് ജന്തു കലകൾ കൂടി, 4 തരം ജന്തുകലകൾ കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കാൻ തോന്നുന്നു. സ്റ്റെം സെല്ലിൽ നിന്നാണ്, വിത്ത് കോശങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മൂലകോശങ്ങളിൽ നിന്നാണ് ആനിമൽ ടിഷ്യൂസ് ഉണ്ടാവുക. എന്താണ് ഈ സ്റ്റെം സെൽസ്? നമുക്കറിയാം, സ്പെഷ്യലൈസ്ഡ് സെൽസ് ആണ് ദാറ്റ് ക്യാൻ ട്രാൻസ്ഫോം ഇൻ ടു എനി അതർ കൈൻഡ്സ് ഓഫ് സെൽസ് ഓർ ടിഷ്യൂസ്. നമ്മൾ അത് മസിൽ സെൽസ് ആയിട്ട്, പേശികോശങ്ങളായിട്ട്, നെർവ് സെൽസ് ആയിട്ട്, നാഡീകോശങ്ങളായിട്ട്, ബ്ലഡ് സെൽസ് ആയിട്ട്, രക്തകോശങ്ങളായിട്ടോ, എപ്പിത്തീലിയൽ അല്ലെങ്കിൽ ആവരണ കോശങ്ങളായിട്ടൊക്കെ അങ്ങനെ പലതരം കോശങ്ങളായിട്ട് മാറാൻ കഴിവുള്ള സ്പെഷ്യലൈസ്ഡ് സെൽസിനെയാണ് വിത്ത് കോശങ്ങൾ അല്ലെങ്കിൽ സ്റ്റെം സെൽസ് എന്ന് പറയുക. ഇവ മുറിവുണങ്ങാനും പുതിയ കോശങ്ങൾ ഉണ്ടാക്കി ജീർണിച്ചവയ്ക്ക് പകരം ഫില്ല് ചെയ്യാനൊക്കെ സഹായിക്കുന്നതുകൊണ്ട്, അതായത് ഹീൽ വൂണ്ട്സ് ആൻഡ് റീപ്ലേസ് ഡാമേജ്ഡ് സെൽസ് എന്നൊക്കെ ഉള്ളത് കൊണ്ടുകൂടി ഇതിനെ മാസ്റ്റർ സെൽസ് അല്ലെങ്കിൽ മാസ്റ്റർ കോശങ്ങൾ എന്നും കൂടി ഇവയെ പറയുകയും ചെയ്യും. അപ്പോൾ തന്നെ ചികിത്സാ രംഗത്ത് ഇതിൻ്റെ പ്രത്യേകത കൃത്രിമ ശരീരഭാഗങ്ങളും മറ്റും അതുപോലെ ചികിത്സക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ ഒക്കെ ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നുള്ളതാണ്. ഇവിടെ ഒരു കൾച്ചർ ചെയ്തിരിക്കുകയാണ് സ്റ്റെം സെല്ലിനെ. അതിൽ മസിൽ സെൽസ് ആയിട്ട് വേണമെങ്കിൽ ഡെവലപ്പ് ചെയ്യാം, ബ്ലഡ് സെല്ലായിട്ട് ഡെവലപ്പ് ചെയ്യാം, നെർവ് സെൽസ് ആയിട്ട്, കാർഡിയാക് സെൽസ് പോലെയുള്ള മറ്റൊരു തരം മസിൽ സെല്ലായിട്ട്, ലിവർ സെൽസ് ആയിട്ട്, ഇൻറ്റസ്റ്റൈനൽ സെൽസ് ആയിട്ട്, അങ്ങനെ വിവിധ കോശങ്ങളായിട്ട് മാറാൻ കഴിവുള്ള തരം സ്പെഷ്യലൈസ്ഡ് സെൽസാണ് സ്റ്റെം സെൽസ് എന്ന് പറഞ്ഞാൽ. അത്തരം സവിശേഷ കോശങ്ങളാണ് മൂലകോശങ്ങൾ, അല്ലെങ്കിൽ അവ മാസ്റ്റർ സെൽസ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. നമുക്ക് 4 തരം ജന്തുകലകൾ കാണാം. ഇവയിൽ നിന്ന് രൂപപ്പെടുന്ന ആവരണകല, പേര് കേട്ടാൽ തന്നെ അറിയാം, എപ്പിത്തീലിയൽ ടിഷ്യൂസാണ്. എപ്പിത്തീലിയ കല ആവരണം ചെയ്യാനുള്ള സിംഗിൾ സെൽഡിൻ്റെ ഒരു സെൽസിൻ്റെ ഒരു ലെയറായിരിക്കും അത്. സംയോജകല, കണക്റ്റീവ് ടിഷ്യൂ, ഇത് കുറേ ടൈപ്പ് ഉണ്ട്, ഒരുപാട് തരമുണ്ട്. നമുക്ക് 2-3 ഇവിടെ കാണാം. മസിൽസ് ടിഷ്യൂസ് ഉണ്ട്, ചലിപ്പിക്കാനൊക്കെ ഉള്ള രീതിയിൽ.
ചലനത്തിന് സഹായിക്കുന്ന, അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ തിരിച്ചറിയാനൊക്കെ സഹായിക്കുന്ന, പ്രതികരിക്കാനൊക്കെ സഹായിക്കുന്ന നാഡികല, ന്യൂറൽ ടിഷ്യൂ അല്ലെങ്കിൽ നെർവ് സെൽസ്, ന്യൂറോൺസിൻ്റെ ഒക്കെ ഒരു കൂട്ടം, അതും ഇവിടെ കാണാം. ഓരോന്നും കൂടി ഒന്ന് ചർച്ച ചെയ്യാം. എപ്പിത്തീലിയൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവയവങ്ങളെയും പ്രതലങ്ങളെയും ഒക്കെ ആവരണം ചെയ്ത് സംരക്ഷിക്കുന്നുണ്ട്. ഇൻറ്റേർണലായിട്ടും ഇത് ആവരണം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇൻറ്റേർണൽ ഡൈജസ്റ്റീവ് ട്രാക്റ്റിലും മറ്റൊക്കെ ഇവ ഉണ്ടാകും. ഇവ പദാർത്ഥങ്ങളുടെ ആഗിരണത്തിന്, അബ്സോർപ്ഷൻ ഓഫ് വേരിയസ് സബ്സ്റ്റൻസസ്, അതുപോലെ തന്നെ ഈ മ്യൂക്കസ് പോലുള്ള, ശ്ലേഷ്മം പോലുള്ള സ്രവങ്ങളുടെയൊക്കെ ഉൽപ്പാദനത്തിനൊക്കെ സെക്രീഷനൊക്കെ സഹായിക്കുകയും ചെയ്യും. ഇത് കണക്റ്റീവ് ടിഷ്യൂ, അത് കുറച്ച് ഉദാഹരണം ഇവിടെ പറയാം. ബ്ലഡ്, അതുപോലെ ബോണ്, അസ്ഥി, രക്തവും അസ്ഥിയും, തരുണാസ്ഥി എന്ന് പറഞ്ഞ കാർട്ടിലേജ്, ഫൈബ്രസ് ടിഷ്യൂ അഥവാ നാരുകല. ഇതിൽ 2 ഇവിടെ കൊടുത്തിട്ടുണ്ട്, ബോണിൻ്റെയും ബ്ലഡിൻ്റെയും ഒക്കെ ചിത്രം. ഇവ പലതും ചെയ്യുന്നുണ്ട്. അതിൽ ഓരോന്നിൻ്റെയും ധർമ്മം നോക്കിയാൽ ഇതൊരുപാട് എഴുതാനുണ്ടാകും നമുക്ക്. പക്ഷേ പുസ്തകത്തിൽ അസ്ഥി, തരുണാസ്ഥി, നാരുകല പോലുള്ളവ ശരീരഭാഗങ്ങൾക്ക് ബന്ധിപ്പിക്കുന്നു, താങ്ങ് നൽകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. രക്തം ബന്ധിപ്പിക്കുക മാത്രമല്ല, രക്തം ഈ ഒരുപാട് കാര്യങ്ങളെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതും മറ്റും നമുക്കറിയാം. ഇവിടെ ഇതിന് ബോണ്, കാർട്ടിലേജ്, ബ്ലഡൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തെങ്കിലും ഇവിടെ നോക്കിയ ലിഗമെൻറ്റ്സ്, ടെൻഡൻസ്, ഇതെല്ലാം വിവിധതരം കണക്റ്റീവ് ടിഷ്യൂസാണ് എന്ന് കൂടി ഓർക്കുക. മൂന്നാമത്തെ പേശികല, ഇത് ശരീരചലനത്തിന് സഹായിക്കാനുള്ളതാണ്. ഇതിനെ കോൺട്രാക്റ്റ് ചെയ്യാനും റിലാക്സ് ചെയ്യാനും കഴിയുന്ന സെൽസാണ് ഇതിലുള്ളത്. സങ്കോചിക്കാനും പൂർവ്വസ്ഥയിലാകാനും കഴിവുള്ള ഇതിൽ ഈ മസിൽ സെൽസ് 3 ടൈപ്പുണ്ട്. അത് നമുക്ക് ഉയർന്ന ക്ലാസ്സിൽ ആ ടൈപ്പ് പഠിക്കാം. നാഡീകല, ന്യൂറൽ ടിഷ്യൂസ്, ഇത് ന്യൂറോൺസ് എന്ന് പറയുന്ന നെർവ് സെൽസിൻ്റെ കൂട്ടമാണ്. ഇമ്പൾസ് ട്രാൻസ്മിഷൻ ഉള്ളതാണ്. ആവേഗ പ്രസരണം ഉണ്ടായി സന്ദേശവിനിമയം സാധ്യമാക്കുന്നതിലൂടെ നമുക്ക് പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാനൊക്കെ ഉള്ളതാണ്. ബ്രെയിന് നല്ലൊരു ഉദാഹരണമാണ് ഈ ടിഷ്യൂസിന്. അപ്പോൾ നമുക്കിനി ചില ചോദ്യങ്ങളിലൂടെ കടന്നു പോകാം. 4 ചോദ്യങ്ങൾ ഇട്ടിട്ടുള്ളൂ. കമ്പയർ ബിറ്റ്വീൻ, താരതമ്യം ചെയ്യുക, മെരിസ്റ്റമാറ്റിക് സെൽസ്, സ്റ്റെം സെൽസ്. വിത്ത് കോശങ്ങളും മെരിസ്റ്റമിക കോശങ്ങളും തമ്മിലുള്ള വ്യത്യാസമാണ്. നമുക്കറിയാം മെരിസ്റ്റമിക കോശങ്ങൾ എന്ന് പറഞ്ഞാൽ സെൽസ് സീൻ അറ്റ് ദ ടിപ്പ് ഓഫ് സ്റ്റെം, അല്ലേ? സ്റ്റെം ഓർ റൂട്ട്സ് ഇൻ പ്ലാന്റ്സ്. പ്ലാന്റ്സിലെ റൂട്ട്സിലോ സ്റ്റെമ്മിലൊക്കെയാണ് ദേ ആർ സ്പെസിഫിക് സെൽസ് കാപ്പബിൾ ഓഫ് റാപ്പിഡ് ഡിവിഷൻ. എന്നാൽ സ്റ്റെം സെൽസ് എന്ന് പറയുമ്പോൾ സ്പെഷ്യലൈസ്ഡ് സെൽസാണ്. അത് മറ്റ് കോശങ്ങളായിട്ട്, മറ്റ് ചില കോശങ്ങളായിട്ടോ കലകളായിട്ടൊക്കെ മാറാൻ കഴിവുള്ള തരം കോശങ്ങളാണ് എന്ന് നമുക്കറിയാം. സ്പെഷ്യലൈസ്ഡ് സെൽ ദാറ്റ് കാൻ ട്രാൻസ്ഫോം ഇൻ ടു അതർ കൈൻഡ്സ് ഓഫ് സെൽസ്, അല്ലെങ്കിൽ സെൽസ് ടിഷ്യൂസ് എന്നൊക്കെ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. മറ്റൊരു ചോദ്യം, ദ സ്റ്റെം സെൽസ് ആർ ഓൾസോ നോൺ ആസ് മാസ്റ്റർ സെൽ. വൈ? ഇത് നമ്മൾ ഈ പറഞ്ഞതിൽ തന്നെ ഉണ്ട്. ദേ ക്യാൻ ക്രിയേറ്റ് എനി ന്യൂ ടൈപ്സ് ഓഫ് സെൽസ്. അങ്ങനെ അത് വൂൺസ് ഹീൽ ചെയ്യാനും ഡാമേജ്ഡ് സെല്ലിനെ റീപ്ലേസ് ചെയ്യാനൊക്കെ കഴിയുമെന്ന് വെച്ചാൽ മുറിവുണങ്ങാനും ജീർണിച്ച കോശങ്ങൾക്ക് പകരമായിട്ടൊക്കെ പുതിയ കോശങ്ങൾ ഉണ്ടാക്കാനൊക്കെ സഹായിക്കുന്നതുകൊണ്ടാണ് അവരെ മാസ്റ്റർ കോശങ്ങൾ അല്ലെങ്കിൽ മാസ്റ്റർ സെൽസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദിസ് ഫിഗർ. ഇതിൽ എക്സും വൈയും അടയാളപ്പെടുത്തുകയും വേണം. ഇത് ന്യൂക്ലിയസ് ആണ് ഇതിൻ്റെ ആൻസർ. എക്സ് എന്ന് പറയുന്നത് ക്രോമാറ്റിൻ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ക്രോമസോം എന്ന് എഴുതാം. വൈ എന്ന് പറയുന്നത് ന്യൂക്ലിയോളസ് അല്ലെങ്കിൽ മർമ്മകം എന്ന് എഴുതാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, അൺലൈക്ക് ആനിമൽസ്, ജന്തുക്കളിൽ നിന്ന് വ്യത്യസ്തമായി പ്ലാന്റ് പാർട്സ് ഹാവ് എ വെറൈറ്റി ഓഫ് കളേഴ്സ്. സസ്യഭാഗങ്ങൾക്ക് പലതരം നിറങ്ങൾ കിട്ടുന്നുണ്ട്. എന്താണ് കാരണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ബിക്കോസ് ഓഫ് പ്ലാസ്റ്റിഡ്സ് ആണ്. പ്ലാസ്റ്റിഡുകൾ എന്ന് പറയുന്ന ജൈവകണങ്ങൾ കൊണ്ടാണ് അത് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഹരിതകണം ക്ലോറോഫില്ല് ഗ്രീൻ കളറ് നൽകും. അതുപോലെ ല്യൂക്കോപ്ലാസ്റ്റ് വെള്ള നിറം, ശ്വേതകണങ്ങൾ എന്ന് പറയുന്നത് വെള്ള നിറം അല്ലെങ്കിൽ കളർലെസ് ആയിട്ട് കിട്ടും. ക്രോമോപ്ലാസ്റ്റുകളാണ് അഥവാ വർണ്ണകണങ്ങളാണ് മറ്റ് നിറങ്ങളൊക്കെ കൊടുക്കുന്നത്. അങ്ങനെയുള്ളവ ആണ് ഉള്ളത് കൊണ്ടാണ് ആ പ്ലാസ്റ്റിഡ്സ് അല്ലെങ്കിൽ ജൈവകണങ്ങൾ ഉള്ളത് കൊണ്ടാണ് സസ്യഭാഗങ്ങൾക്ക് ഡിഫറെൻറ്റ് കളേഴ്സ് കിട്ടുന്നത്. അവസാനത്തെ ക്വസ്റ്റ്യൻ, മെൻഷൻ ദ ഫങ്ഷൻസ് ഓഫ് റൈബോസോം, ലൈസോസോം, മൈറ്റോകോൺട്രിയ. ഇവയുടെയൊക്കെ ധർമ്മം പറയണം. നമുക്ക് പ്രോട്ടീൻ സിന്തസിസ് ആണ് റൈബോസോമിനുള്ളത് എന്ന് പറയാം. അതുപോലെ രണ്ടാമത്തേതിന് ഡിസ്ട്രോയ് ജേംസ് ഇൻ ആനിമൽ സെൽസിലാണ് ഇത് കൂടുതലുള്ളത്. മൂന്നാമത്തെ മൈറ്റോകോൺട്രിയ ആണെങ്കിൽ റിലീസ് എനർജി ഫ്രം ഫുഡിൽ നിന്ന് എനർജി, ഗ്ലൂക്കോസിൽ നിന്ന് എനർജി ഉണ്ടാക്കി അത് സ്റ്റോർ ചെയ്യുക, എനർജി റിലീസ് ചെയ്യുക, സ്റ്റോർ ചെയ്യുക, ആവശ്യത്തിന് സപ്ലൈ ചെയ്യുക. ഇതൊക്കെയാണ്. ഓക്കെ, താങ്ക് യു.